അല്ല, ഞാൻ ഇന്നലെ വിമർശനം ഉന്നയിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ 40 വർഷത്തിലധികമായി വനിതാ ലീഗില് വ്യത്യസ്ത ഒരു ഐഡന്റിറ്റിയോട് കൂടിയായിരുന്നു വനിതാ ലീഗ് പ്രസ്ഥാനത്തിനെ വളർത്തിയെടുത്തത്. അപ്പൊ അന്നു മുതൽ ഇന്ന് വരെ എന്റെ നേതൃത്വത്തിന് അറിയാം, ഞാൻ സംസ്ഥാന കമ്മിറ്റികളിലും മറ്റും ഞാൻ വനിതാ ലീഗിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഒരു നൂർബിന റഷീദ് എന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. അങ്ങനെ വലിയ പാർലമെന്ററി വ്യാമോഹങ്ങളൊന്നുമല്ല. പക്ഷെ വനിതാ ലീഗ് എന്ന ആ സംഘടന എന്ന് പറയുന്നത് അവരുടെ ശബ്ദമാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. അവര് പാവങ്ങളാണ്. അവർ ഞങ്ങളെ വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഈ സംഘടനയെ വളർത്തി വലുതാക്കിയവരാണ്. അതുകൊണ്ട് വനിതാ ലീഗിന്റെ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിന്റെ മുന്നിൽ മുസ്ലിം നാമധേയമുണ്ട്. സെക്യുലറിസം ആണ് വേണ്ടത്. പക്ഷെ ഞങ്ങളൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നിട്ട് വളരെ കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ വനിതകളെ ന്യൂനപക്ഷ പിന്നോക്ക തലമുറ മാറ്റം ഉണ്ടായത് നൂർബിന റഷീദിന് മനസ്സിലായില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പൊതുവെ ഉയരുന്ന ആക്ഷേപങ്ങൾ. അല്ല, സമൂഹ മാധ്യമങ്ങൾ എന്ത് ആക്ഷേപം ഉയർന്നാലും ഞാൻ ജനിച്ചു വളർന്ന് വീണത് മുസ്ലിം സമുദായത്തിലൂടെയാണ് മുസ്ലിം ലീഗിലേക്ക് എത്തിയത്. അപ്പൊ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞാൻ ക്യാമ്പസ് പോളിറ്റിക്സിലൂടെ വന്ന ഒരാളുമല്ല. ഞങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മൾക്ക് നൽകിയ ഒരു രാഷ്ട്രീയമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. വെച്ചാൽ നമ്മളൊക്കെ തന്നെ, ഞാൻ അടങ്ങുന്ന മുസ്ലിം സമുദായത്തിലെ ട്രൂ ബിലീവേഴ്സ് ആണെങ്കിൽ ഞങ്ങളെ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഈ ഭരണം സ്ഥാനാർത്ഥി എല്ലാം ജീവിതത്തില് എല്ലാ മേഖലകളിലും മുസ്ലിം സമുദായം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള തലമുറ മാറ്റം എന്ന് പറഞ്ഞ വാല്യൂസ് മാറുന്നുണ്ടോ? വാല്യൂസ് ഏത് മതങ്ങൾക്കും വാല്യൂ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അത് തലമുറകളിലേക്ക് കൈമാറണം. വളരട്ടെ തലമുറ. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരൊന്നും എന്താ മാറാത്ത? തലമുറ മാറ്റ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം വനിതാ ലീഗിന് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. ഫാത്തിമ തേലയും ജയന്തി നടരാജനും ലീഗിന്റെ വനിതാ ലീഗ് മന്ത്രിമാരല്ലേ? അതിനെ എങ്ങനെ കാണുന്നെന്ന് പറഞ്ഞാൽ അവര് വനിതാ ലീഗിന്റെ മുഖങ്ങളല്ല. വനിതാ ലീഗ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് 40 വർഷമായി അതെങ്ങനെ വളർന്നു വലുതായി എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. ഒരു കാലഘട്ടത്തില് വനിതാ ലീഗിന് സ്ഥാനാർത്ഥിത്വം നമ്മൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന മറുപടിക്കനുസരിച്ച് ഞങ്ങൾ മാറി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, വനിതാ ലീഗിന് ഇതര രാഷ്ട്രീയ മഹിളാ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം മാതൃകയായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വനിത. ഈ ഹരിത വിവാദം ഉണ്ടാകുന്ന സമയത്തും ഫാത്തിമ തേലി അടക്കമുള്ള ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാരെ തങ്ങൾ അനുകൂലിച്ചില്ല, അവരെ വിമർശിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ തുടർച്ചയാണോ ഇപ്പോഴും? എവിടെ തെറ്റ് കണ്ടാലും, എവിടെ സത്യമല്ലാന്നും നീതിയല്ലാന്നും ഞാൻ കണ്ടാലും സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതെന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനറിയാം. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പാണക്കാട് മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, എല്ലാവർക്കും ഈ വനിതാ ലീഗിനെ എങ്ങനെ വളർത്തിക്കൊണ്ടെന്നും എന്താണ് വനിതാ ലീഗിന്റെ നയമെന്നും തീർത്തും ബോധ്യമാണ്. ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഞാനൊന്നും പറയാൻ. ഫാത്തിമ തേലി എന്നൊരു വ്യക്തിയല്ല ഞങ്ങൾ പറയുന്നത്. വനിതാ ലീഗ് എന്ന സംഘടനയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ വനിതാ ലീഗ് അംഗങ്ങൾ പാവങ്ങളാണ്. അവർക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ല മാഡം, അന്ന് ഈ ഹരിത വിവാദം വന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു അന്ന് ഈ വനിതാ ലീഗിന് അല്ലെങ്കിൽ താങ്കൾക്കടക്കം എതിർക്കേണ്ടി? ഈ ഹരിത വിവാദം എന്ന് പറയുന്നത് ഞാൻ ഒരാളല്ലല്ലോ, പൊതുസമൂഹത്തിനറിയാം, പാർട്ടി നേതൃത്വത്തിനറിയാം, എല്ലാവർക്കും അറിയാലോ. എവിടെയാണ് തെറ്റി ശരി എന്നുള്ളത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. പാർട്ടി നേതൃത്വത്തിനറിയാം. ഈ ഹൈദരലി തങ്ങളെ ശിഹാബ് തങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിലുള്ള സാദിഖ് അലി തങ്ങളുടെ തീരുമാനം തെറ്റാണെന്നാണ് പറയുന്നത്. സാദിഖ് അലി തങ്ങളെയും അങ്ങേയറ്റം അംഗീകരിക്കുന്നു. പക്ഷെ എന്താ കാരണം ഞാൻ പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ 2 തങ്ങന്മാരുമായിട്ട് ഞാൻ പാർട്ടിയുടെ വനിതാ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ വളരെയധികം ഇടപഴകി വരുന്നത്. ഇപ്പൊ ഞാൻ ദേശീയ തലത്തിലാണല്ലോ. സാദിഖ് അലി തങ്ങളുമായിട്ട് അധികം ഇടപെടണ്ട. പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങളൊക്കെ തങ്ങളടുത്ത് ബോധ്യപ്പെടുത്താറുണ്ട്. തങ്ങൾ അല്ല, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് പോഷക സംഘടനകൾ ഒരു ആശയവിനിമയം നടത്താറുണ്ട്. ഈ വനിതാ ലീഗുമായിട്ട് അങ്ങനെ നിങ്ങൾ സംസ്ഥാന വനിതാ ലീഗിന്റെ ആൾക്കാരോടും കൂടി ചോദിക്കും. അല്ല, അവർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല. അറിയുമോ? ഐ റിസീവ്ഡ് ഓൾ മൈ കമന്റ്സ്. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു മീഡിയയിലുള്ള വളർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതല്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. ഈ 40-40 കൊല്ലം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നത്.